നവീകരണത്തിന് പിന്നാലെ ഇടിഞ്ഞ താഴ്ന്ന ആമയിഴഞ്ചാൻ തോടിന്റെ ഭിത്തി. പേട്ട കണ്ണമ്മൂലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തോടിന്റെ ഭിത്തി ഇടിഞ്ഞത്. ഇതോടെ സമീപവാസികൾ ദുരിതത്തിലായെന്ന് മാത്രമല്ല, വീടുകളും തകരുമെന്ന ഭീഷണിയിലാണ്. മാലിന്യം നിറഞ്ഞ പ്രദേശവാസികൾക്ക് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലാകെ ബുദ്ധിമുട്ടായതോടെയാണ് ആമയിഴഞ്ചാൻ തോട് നവീകരണം നഗരസഭ ആരംഭിച്ചത്. തോട്ടിലെ മാലിന്യം നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ നവീകരണം കഴിഞ്ഞ മേഖലകളിലാണ് ഇപ്പോൾ മറ്റൊരു ദുരിതം എത്തിയത്. റോട്ടിൽ നടുക്ക് ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ടായിരുന്നു. അത് കുറേ 2 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ച് ഇങ്ങനെ കൂടി വെടുപ്പ് വന്നിട്ട് ഒറ്റ ശബ്ദത്തോടുകൂടി ഈ റോഡ് കംപ്ലീറ്റ് അങ്ങ് തോട്ടിലോട്ട് പോയി. അതുപോലെ പോസ്റ്റും മൊത്തം കൊണ്ട് ചരിഞ്ഞ്. ഉടനെ നമ്മൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ച് അവർ 2 പോലീസുകാർ വന്ന് ഇലക്ട്രിസിറ്റി ബോർഡും കൂടെ വന്നിട്ട് അവർ കറണ്ടെല്ലാം കട്ട് ചെയ്ത്, പിന്നെ അതിനുശേഷം ഇത് കുറേശ്ശെ ഇപ്പം അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി വലിയ ശബ്ദത്തോടെയാണ് ഈ റോഡ് ഇടിഞ്ഞു താഴുന്നത്. ഒപ്പം ആമയിഴഞ്ചാൻ തോടിന്റെ കൈവരിയും മതിലും ഇടിഞ്ഞു താഴുകയായിരുന്നു. പ്രദേശവാസികൾ ഇപ്പോൾ ആശങ്കയിലാണ്. ഇതിലൂടെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണെങ്കിലും ഇട്ട് ഈ ഇടിഞ്ഞു പോവാതെ ആക്കി തന്നാലും തൽക്കാലത്തേക്ക് ഇവിടെ ഇടിഞ്ഞിടിഞ്ഞ് പോവാതെ അതിൽ സപ്പോർട്ടായിട്ട് നിൽക്കും. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ നാശത്തിനും തോടിന്റെ മതിലിടിയാനും കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കൃത്യമായ പോംവഴി വേണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ആമയിഴഞ്ചാൻ തോടിന്റെ ഇരുവശങ്ങളും മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണെന്ന് തോന്നുന്നു ഇത്രയും കാശ് ഇവിടെ ഉപയോഗിക്കുന്നത്. അവർ ചെളി പൂർണ്ണമായും മാറ്റാണ്ട് ആ വണ്ടലിന്റെ പുറത്ത് നിർമ്മിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനം പാഴ്ചെലവായെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. കരാറെടുത്തവർ കൃത്യമായി നിർമ്മാണം നടത്തിയില്ലെന്നാണ് ആരോപണം. വർഷങ്ങളായി പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണം. പക്ഷേ നവീകരണം പൂർത്തിയാകുമ്പോൾ ഇത്തരത്തിലുള്ള ചില ദോഷങ്ങൾ കൂടി പ്രദേശവാസികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ഈ റോഡ് അപകടം വലിയ രീതിയിലുള്ള ദുരിതത്തിലേക്കാണ് പ്രദേശവാസികളെ എത്തിച്ചിട്ടുള്ളത്. ക്യാമറമാൻ അനീഷിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.